വെൽക്കം ബാക്ക് ടു ഫ്ലഫി കിച്ചൺ. നമ്മുടെ ഫ്ലഫി കിച്ചണിൽ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ചിക്കൻ കഫ്രീൽ. ചിക്കൻ കഫ്രീൽ എന്ന് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്, അതൊരു ആഫ്രിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. ഫോളോ മീ. ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില ആവശ്യമായിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും നാരങ്ങാനീരും. ചെറിയ 2 നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ച് നമുക്ക് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ദേ നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം നമുക്ക്. നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത, അവസാനം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കും. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചിക്കനും കൂടി ഞാൻ ഒരുമിച്ച് ആ പാനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇനി നമ്മൾ മസാല അരച്ച ജാറിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് പാനിലേക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുത്ത പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ചിക്കൻ കഫ്രീൽ. ഒരു ആഫ്രിക്കൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു കോമ്പിനേഷനാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതും കൂടിയാണ്. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങാനീരും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ കഫ്രീലൂടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലഫി കിച്ചണിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും വീട്ടിൽ വെച്ച് നോക്കി എല്ലാവരും ടേസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ടാറ്റ ബൈ ബൈ.